എങ്ങനെയുണ്ട് മനു? സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുഴലപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 2 കപ്പ് വറുത്ത അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം വരെ എടുക്കാം. വെളുത്തുള്ളിയും ചെറുതാണെങ്കിൽ ഒരു 5 അല്ലിയൊക്കെ എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ജീരകവും ചേർത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, എന്നാലും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ ഉള്ളിയും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം മിക്സിയുടെ കപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും എല്ലാം നന്നായിട്ട് തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്കാണ് ഞാനിപ്പോൾ ഈ അരച്ചെടുത്തേക്കുന്നത് മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ 1 കപ്പ് വെള്ളം ഈ തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ കപ്പിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്. ഇതിൽ കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അരിപ്പൊടിക്ക് പാകത്തിന് വേണം വെള്ളം എടുക്കാൻ. ഈ ഒരു വെള്ളത്തിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് വറുത്ത അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വറുത്ത അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ സ്റ്റവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂട് മാറി നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകം വരെ നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചെറിയ ചൂട് വേണം. ചെറിയ ചൂടോട് കൂടി കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാവുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് പരത്തി കുഴലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി കുഴലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പ്രസ്സർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് വെക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി വെക്കുക. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല കനത്തിൽ പരത്തരുത്, കുറച്ച് കനം വേണം, എന്നാൽ ഒട്ടും കനമില്ലാതെ ആയി പോകരുത്. ഇനി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഈ പരത്തി എടുത്തതിൽ നിന്നും 2 ചെറിയ റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കുഴലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിന് ഈ ഒരു തിക്നെസ് ആണുള്ളത്, നല്ല കട്ടിയൊന്നുമില്ല. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഴലപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളത് ഒന്ന് ചെയ്തെടുക്കേണ്ടത്. ചെറുതായിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഈസി ആയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ മാവ് കൊണ്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒട്ടും തന്നെ കുറച്ച് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. കുറച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും, എങ്കിൽ മാത്രമേ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം ഒട്ടും തന്നെ കുറച്ച് വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ദാ നമ്മുടെ കുഴലപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. സ്റ്റൗ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു കുഴലപ്പത്തിൽ മധുരം ചേർത്തതും മധുരം ചേർക്കാത്തതും ഉണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ മധുരം ചേർത്തിട്ടുള്ള കുഴലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി ഒറ്റനൂൽ പരുവാവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒറ്റനൂൽ പരുവമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമായി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുഴലപ്പം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുഴലപ്പമൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര പാനിയൊക്കെ കുഴലപ്പത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കും. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോഴേക്കും പഞ്ചസാര പാനിയൊക്കെ കുഴലപ്പത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മധുരം ചേർത്ത കുഴലപ്പവും റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര പാനിയിൽ ചേർക്കുമ്പോൾ ഇതൊട്ടും തന്നെ തണുത്തൊന്നും പോകത്തില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതൊന്ന് ഉടച്ച് കാണിച്ചു തരാം. പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തണുത്തൊന്നും പോവില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്